കൊച്ചി ക്യൂൻസ് വാക്ക് വേയിലെത്തുന്ന സഞ്ചാരികളെ സ്വാഗതം ചെയ്യുന്നത് നല്ല ഭക്ഷണശാലകൾ കൂടിയാണ്. ഈ ക്യൂൻസ് വാക്ക് വേയുടെ ഒരു ഭാഗത്തായിട്ട് ഭക്ഷണം ലഭിക്കുന്ന കിയോസ്കുകൾ ഒരുപാടുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതെല്ലാം അടഞ്ഞു കിടക്കുന്നതാണ് കാണുന്നത്. ഈ ക്യൂൻസ് വാക്ക് വേ എന്ന് പറയുന്നത് ഒരു വഴിയോര കച്ചവട മേഖലയല്ല. ഇത് ഗോശ്രീ ദ്വീപ് വികസന അതോറിറ്റി ജിഡയുടെ കീഴിൽ വരുന്ന പ്രദേശമാണ്. അപ്പോൾ എന്താണ് ഇത് കാര്യമെന്നറിയാൻ നമ്മൾ ജിഡയുടെ സെക്രട്ടറി രഘുറാമുമായി സംസാരിച്ചിരുന്നു. അതൊന്ന് കേൾക്കാം. 2022 ഒരു EOI അതായത് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ ക്ഷണിച്ചു. എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ പറഞ്ഞത് തന്നെ പ്രൊജക്ട് ഫോർ ദ മെയിൻ്റനൻസ് ആൻഡ് ബ്യൂട്ടിഫിക്കേഷൻ ഓഫ് ക്യൂൻസ് വാക്ക് വേ ആൻഡ് ടു മേക്ക് ദിസ് പ്ലേസ് എ ലൈവ്ലിയർ വൺ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ EOI ക്ഷണിച്ചത്. അപ്പോൾ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ 5 റെസ്പോൺസിബിലിറ്റീസ് നിർവഹിക്കാൻ തയ്യാറായിട്ടുള്ളവരും അതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഏജൻസികളിൽ നിന്നാണ് നമ്മൾ EOI ക്ഷണിച്ചത്. സ്വാഭാവികമായിട്ടും ഒരു ഗവൺമെൻറ് സ്ഥാപനം എന്നുള്ള നിലയിൽ നമ്മൾ EOI ക്ഷണിക്കുമ്പോൾ, ടെൻഡർ ക്ഷണിക്കുമ്പോൾ നമുക്ക് ഒരാളെ സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ബിഡ് നമുക്ക് കൂടിയേ തീരും. അപ്പോൾ അതോടൊപ്പം അതുകൊണ്ട് തന്നെ ഈ 5 റെസ്പോൺസിബിലിറ്റീസ് നിർവഹിക്കുന്നതോടൊപ്പം തന്നെ ജിഡയ്ക്ക് ഒരു മന്ത്ലി റോയൽറ്റി എന്നുള്ള നിലയിൽ കോട്ട് ചെയ്യണമെന്ന് കാണിച്ചുകൊണ്ടാണ് നമ്മൾ പത്രത്തിൽ 3 വർഷക്കാലത്തേക്ക് EOI നമ്മൾ 2022 ക്ഷണിച്ചത്. നമ്മൾ ആ പത്രപരസ്യത്തിൽ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, ദിസ് കോൺട്രാക്ട് ഈസ് ഫോർ എ പീരീഡ് ഓഫ് 3 years എന്ന് പത്രപരസ്യത്തിൽ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ പത്രപരസ്യം കണ്ടിട്ടാണ് 9 ബിഡേഴ്സ് അതിൽ പങ്കെടുത്തു. അതിലേറ്റവും കൂടിയ ഫൈനാൻഷ്യൽ ബിഡ് സമർപ്പിച്ച ആളെ നമ്മൾ തിരഞ്ഞെടുത്തു. 3 കൊല്ലത്തേക്ക് നമ്മൾ എഗ്രിമെൻ്റ് വെച്ചു. രണ്ട് 3 സോഴ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന്, ഒരു 20 ഷോപ്സ് കിയോസ്കുകൾ വെക്കാനായിട്ട് നമ്മൾ അനുമതി നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ സെൻട്രൽ മീഡിയനിൽ കാണുന്ന 37 സ്ട്രീറ്റ് പോളിൽ 2 സൈഡിലും പരസ്യം വയ്ക്കാൻ, അങ്ങനെ 74 പരസ്യ ബോർഡുകൾ വയ്ക്കാനും നമ്മൾ അനുമതി കൊടുത്തിരുന്നു. കൂടാതെ ഇവിടെ നടക്കുന്ന സിനിമ ഷൂട്ടിങ്, അതുപോലെ ഓപ്പൺ സ്റ്റേജിൽ ആംഫി തിയേറ്ററിൽ നടക്കുന്ന പരിപാടികൾ, അതിന് പൈസ വാങ്ങിക്കാനുള്ള അവകാശവും നമ്മുടെ കരാറുകാരന് കൊടുത്തിരുന്നു. അപ്പോൾ ഈ നവംബർ 30 ആയപ്പോൾ ഈ കരാറിൻ്റെ കാലാവധി അവസാനിച്ചു. സ്വാഭാവികമായിട്ടും 3 കൊല്ലത്തേക്ക് വെച്ച ഒരു കരാറ് നമുക്ക് 3 കൊല്ലം കഴിഞ്ഞാൽ വീണ്ടും അത് ടെൻഡർ ചെയ്യണമെന്നാണ് നിയമം. അതുപ്രകാരം ഞങ്ങൾ ടെൻഡർ ചെയ്തു. സ്വാഭാവികമായിട്ടും നവംബർ 30 കരാർ കാലാവധി കഴിഞ്ഞപ്പോൾ അത് കരാറുകാരൻ ഒഴിഞ്ഞു പോകേണ്ടതാണ്. എന്നാൽ കരാറുകാരൻ ഒഴിഞ്ഞു പോകാതെ കണ്ട് ഹൈക്കോടതിയിൽ പോയിട്ട് അവിടെ പരാജയപ്പെട്ടു. അതിനുശേഷം എറണാകുളം കമേഴ്ഷ്യൽ കോടതിയിൽ ജിഡയ്ക്കെതിരെ കേസ് കൊടുത്തു. അവിടെയും പരാജയപ്പെട്ടു. കോടതി ശക്തമായിട്ടൊരു വിധിയാണ് തന്നത്. അതായത് ഇതിന് കോർപ്പറേഷൻ്റെ ലൈസൻസ് ഇല്ല കടകൾക്കൊന്നും. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ കോടതി ഒരു അഡ്വക്കേറ്റ് കമ്മീഷനെ വെച്ചു. ആ കമ്മീഷൻ വന്ന് പരിശോധിച്ചപ്പോൾ ഇവിടുത്തെ മാനേജ്മെൻറ്റ്, അതായത് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റും അതുപോലെ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ വളരെ പൂറാന്നൊരു റിമാർക്സും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ കരാറുകാരൻ തുടരാൻ കഴിയില്ല എന്ന് അസന്നിഗ്ധമായി കോടതി പറയുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പറഞ്ഞ കരാറുകാരനോട് ഈ കടകൾ അടച്ചിടണമെന്ന് ആവശ്യപ്പെട്ടു. നമ്മുടെ എഗ്രിമെൻ്റ് പ്രകാരം നമ്മളിത് സബ്ലീസ് ചെയ്യാനായിട്ടുള്ള ഒരു റൈറ്റ് നമ്മൾ കൊടുത്തിട്ടില്ല കരാറുകാരനാണ് നമ്മൾ ഇത്ര 20 കിയോസ്ക് വയ്ക്കാൻ നമ്മൾ റൈറ്റ് കൊടുത്തത്. എന്നാൽ ജിഡയുടെ അനുമതി കൂടാതെ കണ്ട് അദ്ദേഹം 20 പേർക്കോ അതോ അത് അധികമോ വ്യക്തികൾക്ക് പൈസ വാങ്ങി അത് ഉപകരാർ നൽകി അല്ലെങ്കിൽ സബ്ലീസ് ചെയ്തു എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. കടക്കാരൊരു റിക്വസ്റ്റ് ഇൻഡിവിജ്വലായിട്ട് ഇവിടെ കൊണ്ടുതന്നു. അതായത് ഈ ഡിസംബറിൽ ക്രിസ്മസ് വെക്കേഷൻ സീസണാണ്. അപ്പോൾ അതുവരെയെങ്കിലും, വെക്കേഷൻ കഴിയുന്ന 4-ാം തീയതി വരെയെങ്കിലും ഞങ്ങളെ തുടരാൻ അനുവദിക്കണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒഴിഞ്ഞു പോയിക്കൊള്ളാം എന്ന് അവരൊരു അണ്ടർടേക്കിംഗ് തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തികച്ചും മാനുഷികമായ പരിഗണന വെച്ചിട്ടാണ് നമ്മൾ 4-ാം തീയതി വരെ അവരെ തുടരാൻ അനുവദിച്ചത്. 4-ാം തീയതിക്ക് ശേഷം അവർ പറഞ്ഞ വാക്ക് അനുസരിച്ച് തന്നെ അവർ തന്നെ സ്വമേധയാ കടകൾ അടച്ചു. പുതിയ കരാർ പ്രകാരം 16.5 ലക്ഷം രൂപ കരാറുകാരൻ ജിഡയ്ക്ക് നൽകണം. അതോടൊപ്പം തന്നെ ക്യൂൻസ് വാക്ക് വേയുടെ പരിപാലന ചെലവും കരാറുകാരൻ തന്നെ വഹിക്കണം. എന്തായാലും പുതിയ കരാർ വരുന്നതിനനുസരിച്ച് ക്യൂൻസ് വാക്ക് വേയുടെ മുഖച്ഛായ മാറുന്നതിനുള്ള പദ്ധതികൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ പ്രദേശത്തിൻ്റെ സൗന്ദര്യം ഇതുപോലെ തന്നെ നിലനിർത്തി നന്നായി ചെടികളുമൊക്കെ വെച്ച് പരിപാലിച്ച്, ഇപ്പോൾ പുതിയ ലൈറ്റുകളും വാക്ക് വേ എല്ലാം വന്നിട്ടുണ്ട്. അതെല്ലാം നല്ലപോലെ പരിപാലിച്ച് നമുക്ക് ജനങ്ങൾക്ക് ഏറ്റവും ആകർഷകമായ വിധം തന്നെ ഇത് നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ സാധിക്കും. എന്താണെങ്കിലും ഈ പറഞ്ഞ ഇപ്പോൾ ഈ മീഡിയയിലെ ചെടികളൊക്കെ ഇപ്പോൾ പലയിടത്തും ഇല്ലാത്ത അവസ്ഥയാണ്. നമ്മളതൊക്കെ നട്ട് പിടിപ്പിക്കും. എന്തായാലും ഒരു ജൂണോട് കൂടി മഴയൊക്കെ ആകുമ്പോഴത്തേക്കും ആ ചെടികളൊക്കെ വളർന്ന് വലുതായി ഇതൊരു മനോഹരമായ പ്രദേശം ആക്കി മാറ്റും. കിയോസ്കുകളുടെ നിലവാരവും നമുക്ക് വളരെ നല്ല രീതിയിൽ, ഇപ്പോൾ ഇൻഡോറിലെ ഈ ചപ്പൻ ദുകാൻ ആ മാതൃകയിൽ ഓരോ കിയോസ്കിലും ഓരോ
പെക്യൂലർ ആയിട്ടുള്ള മെനു കിട്ടുന്നതനുസരിച്ച്, അതായത് ചൈനീസ്, അറബിക്, കൊറിയൻ, കോണ്ടിനെൻ്റൽ, ആ ഒരു വെറൈറ്റി ഓഫ് ഫുഡ്സ് കിട്ടുന്ന രീതിയിൽ ഇവിടെ ഒരു ഫുഡ് സ്ട്രീറ്റ് ആക്കി മാറ്റി. പുതിയ കരാറുകാരൻ ഒരു ജേക്കബ് ആൻഡ് കമ്പനി എന്ന് പറഞ്ഞ ഒരു കരാറുകാരനാണ്. അവർ ഏകദേശം 14 ലക്ഷം പ്ലസ് GST, അതായത് ഇറ്റ് കംസ് ടു അറൗണ്ട് 16.5 lakhs പെർ മന്ത് വരും. അതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എഗ്രിമെൻറ്റ് വെക്കും. ഇപ്പോൾ വളരെ വലിയ എമൗണ്ടാണ് നമുക്ക് കൂട്ടി ചെയ്ത് വന്നിരിക്കുന്നത്. ഏകദേശം 5 മടങ്ങോളം വരുന്ന എമൗണ്ടാണ് ഇപ്പോൾ ഒരു മാസം കൂട്ടി ചെയ്ത് വന്നത്. അപ്പോൾ നമുക്കിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഏകദേശം നമ്മൾ എങ്ങനെ വന്നാലും ഒരു മാർച്ചിന് മുമ്പായിട്ട് പുതിയ കരാറുകാരന് നമുക്ക് ഈ സൈറ്റ് ഹാൻഡ് ഓവർ ചെയ്യണം. ഇപ്പോൾ പുതിയ കരാറുകാരനാണ് ഇനി പ്രൊജക്റ്റ് നടത്തേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഒരു പ്രാഥമിക മീറ്റിംഗ് CSMLൻ്റെ ആളുകൾ, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർ, ഈ പറഞ്ഞ ഫ്ലാറ്റുകൾ ഇവിടെ ഉണ്ട്, അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ്, മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് ഒരു പ്രിലിമിനറി മീറ്റിംഗ് നടക്കുന്നുണ്ട്. ഇപ്പോൾ കോടതി കേസും എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഈ കടകളൊക്കെ അടച്ചത്. ഇനി അവർ തന്നെ അതവിടെ നിന്ന് മാറ്റണം. പിന്നെ ഈ കിയോസ്കൊക്കെ അവർ വെച്ചതാണ്. നമ്മൾ അവരോട് തന്നെ ഡിസംബർ 5-ന്, അവരോടല്ല കരാറുകാരനോട് ഡിസംബർ 5-നുള്ളിൽ അതെല്ലാം നീക്കം ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മൾ നോട്ടീസ് കൊടുത്തിരുന്നു. പക്ഷേ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതെല്ലാം നീക്കം ചെയ്തതിന് ശേഷം പുതിയ കരാറുകാരൻ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യേണ്ടിയിരിക്കുന്നു. ഇനി പുതിയ കരാർ വ്യവസ്ഥ പ്രകാരമായിരിക്കും ക്യൂൻസ് വേയിലെ മാറ്റങ്ങൾ. എന്തായാലും ഏതൊക്കെ കടകൾ ഇവിടെ തുടരും, എങ്ങനെയായിരിക്കും ക്യൂൻസ് വേയുടെ മുഖച്ഛായ മാറുക എന്ന് കണ്ടു തന്നെ അറിയണം. ക്യാമറാമാൻ ഗീതേഷിനൊപ്പം വിജിത, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.